ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ സുശീല തൻ്റെ വിഷമങ്ങളെല്ലാം ഹർഷയുടെ അടുത്ത് ചെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നും തനിക്കൊരു സ്ഥാനാർത്ഥിയാവാൻ കഴിയുന്നൊക്കെ അറിഞ്ഞപ്പം തൊട്ട് സുശീല ഹർഷയെ അങ്ങ് മറന്നതായിരുന്നു. ആ കാര്യം ഹർഷയ്ക്ക് അറിയാം. എന്നാലും വിജയത്തിൽ ആൻറ്റി എന്നെ ഓർത്തില്ലെങ്കിലും ആൻറ്റിക്കൊരു പരാജയം ഉണ്ടാകുമ്പോൾ ആൻറ്റി ഈ ഹർഷയെ തേടി വരുമെന്ന് ഹർഷയ്ക്ക് അറിയാം. ഈ ഹർഷയുടെ സപ്പോർട്ടില്ലാതെ സുശീലാൻ്റിക്ക് പിടിച്ചു നിൽക്കാനും മുന്നോട്ട് പോകാനും കഴിയില്ലെന്നും ഹർഷയ്ക്ക് അറിയാമെന്നൊക്കെ ഹർഷ പറഞ്ഞപ്പോൾ സുശീല പറഞ്ഞു, ഓ എൻ്റെ പൊന്ന ഹർഷേ, ഞാൻ നിന്നെ മറന്നതൊന്നുമല്ല, മനഃപൂർവ്വം ഇങ്ങോട്ട് വരാതിരുന്നതും അല്ല. ആ അനുപമയുടെ കൂടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടേ ഒരുപാട് ശ്രമിച്ചു നോക്കി. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങാനും ഞാൻ ആയിരുന്നെങ്കിലേ അവൾക്കുള്ള പണി ഞാൻ ആദ്യം തന്നെ കൊടുത്തേനെ. പക്ഷേ എല്ലാം നശിപ്പിച്ചില്ലേ. ആ ദയ മാത്രമല്ല, ആ ദയ അവൾ എല്ലാവരും കൂടി, അനന്തമാഷിൻ്റെ മക്കളും അനന്തമാഷും എല്ലാവരും കൂടി എന്നെ ചതിച്ചത് എനിക്ക് സഹിക്കാൻ വയ്യാന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേട്ട് ഹർഷ പറഞ്ഞു, ആൻറ്റി ഇങ്ങോട്ട് വന്നില്ലെങ്കിലും വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ആ കസേരയിൽ ചമഞ്ഞിരിക്കുന്ന ആൻറ്റിയെ ഞാനും ഒരുപാട് മനസ്സിൽ കണ്ടു എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേട്ടപ്പം തന്നെ സുശീലയ്ക്ക് വലിയത് തോന്നുകയാണ് കേട്ടോ. ഓ, ഹർഷയ്ക്ക് തന്നോട് ഇത്രയും സ്നേഹമുണ്ട്, എന്നിട്ട് ആ അനുപമ എന്നെ ചതിച്ചല്ലോ. അവൾ രണ്ടാമത് ഇന്ദ്രൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരുപാട് മാറ്റത്തോടെയാണ് വന്നത്. അവൾ ചിരിച്ചു കാണിച്ചപ്പം കുറേയൊക്കെ ഞാനേ അവൾ അഭിനയിക്കാമെന്ന് സംശയിച്ചെങ്കിലും അവളുടെ കൂട്ടു നിന്നു. എനിക്ക് ഇതുപോലൊരു മെച്ചം ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാമല്ലോ എന്നെല്ലാം ഓർത്തിട്ട്. പക്ഷേ കൂടെ നിന്ന് അവൻ എന്നെ ചതിക്കായിരുന്നു ഹർഷേ. ഇതെനിക്ക് സഹിക്കാൻ മേലാന്ന് പറയാണ്. എനിക്ക് അവളോട് പ്രതികാരം ചെയ്യണം. എന്നെ ഈ അവസ്ഥയിലാക്കിയ അവളുടെ ജീവൻ എടുത്തിട്ടായാലും വേണ്ടില്ല, എനിക്ക് പ്രതികാരം ചെയ്തേ തീരൂ. എല്ലാം എനിക്ക് നേടിത്തരുമെന്നും പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന് കാല് വാരി അവൾക്ക് എൻ്റെ അതേ അവസ്ഥ ഉണ്ടാവണം ഹർഷ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ അനുപമയ്ക്കെതിരെ സുശീല പുതിയ പടപ്പുറപ്പാട് തുടങ്ങുകയാണ്. അനുപമയെ കൊല്ലാൻ തന്നെയായിരിക്കും സുശീലയുടെ തീരുമാനം. അതിനു വേണ്ടിയിട്ട് സുശീല തിരഞ്ഞെടുക്കുന്നത് ഒരു പക്ഷേ വിഷം കൊടുക്കാനുള്ള ആ ഒരു വഴി തന്നെ ആയിരിക്കും. കാരണം അനുപമ അന്നൊരിക്കലും ഈ ചെടിക്കൊക്കെ പൂക്കൾക്കൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന്, ഒരു കെമിക്കൽ അവിടെ കൊണ്ടുവച്ചില്ലായിരുന്നോ? അതെടുത്തിട്ട് എന്തിലെങ്കിലും നമ്മുടെ അനുപമയ്ക്ക് കലക്കി കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് കേട്ടോ. എന്തായാലും അനുപമയുടെ വിധി എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. കാരണം അനുപമയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ. കാരണം തന്നെ ഇത്രയേറെ ദ്രോഹിച്ച ഈ ഒരു സുശീലയെ ഇത്രയും തലയിൽ കൊണ്ടുവച്ച് ഇതുപോലൊരു സ്ഥാനാർത്ഥിയാക്കാനും അതുവഴി നാടിനും നാട്ടുകാർക്കും ഒക്കെ ദ്രോഹം ചെയ്യാനും അനുപമ ഒരുങ്ങി പുറപ്പെട്ടില്ലേ. അനുപമ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിരുന്നത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. സുശീലയെ പോലെ ഒരു വ്യക്തി ഒരിക്കലും ഇതുപോലെ ഒരു നല്ല സ്ഥാനത്ത് ഇതുപോലെ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഒരു ഗുണവും ഉണ്ടാവില്ലെന്നും ദ്രോഹം മാത്രമേ ഉള്ളൂ എന്നും ചിന്തിച്ചാൽ തന്നെ അനുപമയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സ്വയലാഭത്തിന് വേണ്ടിയിട്ട് സുശീല തന്നെ മരുമകളായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കാര്യത്തിന് അനുപമ ഇറങ്ങി പുറപ്പെടരുതായിരുന്നു. എന്തായാലും ദയ ഇതുപോലെ കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്ന് വിളിച്ച് പറഞ്ഞതോടുകൂടി പാർട്ടി എന്തായാലും സുശീലയെ സ്ഥാനാർത്ഥിയാക്കില്ലെന്ന് പറഞ്ഞു അടുത്ത സ്ഥാനാർത്ഥിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്ഥാനാർത്ഥിയെ സുശീല തന്നെ ഞങ്ങൾക്ക് തരണമെന്നും അനുപമയായിരിക്കണം ആ സ്ഥാനാർത്ഥിയെന്നും എല്ലാം പാർട്ടിക്കാർ വന്ന് പറഞ്ഞെങ്കിലും അനുപമ അത് സ്നേഹത്തോടെ നിരസിക്കുകയാണ് ഉണ്ടായത്. ഞാനെന്തായാലും അതിനില്ല ഇനി. അന്ന് ഞാനത് നിരസിച്ചു, പിന്നെ ഇപ്പോൾ എനിക്കത് സ്വീകരിക്കാനും വയ്യ. അതുകൊണ്ട് സാറ് ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുതെന്നാണ് അനുപമ നേതാവിനോട് പറഞ്ഞത്. അങ്ങനെ അവർ തിരികെ പോവുകയും ചെയ്തു. പക്ഷേ സുശീല ഇതുകൊണ്ടൊന്നും അടങ്ങില്ലല്ലോ. തന്നെ എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തുകയായിരുന്നു അനുപമയുടെ ഉദ്ദേശം. അവളതിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ അവളെ സ്വസ്ഥമായിട്ട് ജീവിക്കാനേ ഞാൻ അനുവദിക്കില്ല. അവളെ മാത്രമല്ല, അവളെ കുടുംബത്തിനെ മൊത്തമായിട്ടും ഇല്ലാതാക്കണം. എന്നാൽ മാത്രമേ ഈ സുശീലയ്ക്ക് സമാധാനം ഉണ്ടാവും എന്നൊക്കെ ഹർഷയുമായിട്ട് പ്ലാൻ ചെയ്യാൻ കേട്ടോ. ഈ കാര്യമൊക്കെ രവി കാണുന്നുണ്ട്. ഓ, എന്തായാലും സുശീലാൻ്റി മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാവില്ലെന്ന് ഉറപ്പിച്ചതോടുകൂടി ഹർഷയുടെ പിന്തുണയ്ക്കായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. വീണ്ടും അനുപമയ്ക്ക് കഷ്ടകാലമായല്ലോ എന്നെല്ലാം രവി കുഞ്ഞമ്മയോട് പറയുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് ഹർഷയും അതേപോലെ തന്നെ സുശീലയും ചേർന്ന് അനുപമയ്ക്കെതിരെ എന്ത് പത്മവ്യൂഹമാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതേപോലെ തന്നെ മാഷിൻ്റെ കുടുംബത്തിലേക്ക് പുതിയൊരു വില്ലൻ കൂടി കടന്നു വരുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ വിനയൻ തന്നെയാണ്. ഗൾഫിൽ നിന്നും വിനയൻ എത്തിയിട്ടുണ്ടല്ലോ. ഒരു പ്രാന്തൻ്റെ കോലത്തിലാണ് കേട്ടോ. മുടിയൊക്കെ നീട്ടി എന്തൊക്കെയോ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്. മെലിഞ്ഞ് കണ്ണൊക്കെ ആകെ കുഴിഞ്ഞു, കൺതടങ്ങളിലൊക്കെ കറുപ്പ് വീണ് ഒരു ജയിൽ മോചിതനായി വന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും വിനയനിൽ കാണാനുണ്ട് കേട്ടോ. പക്ഷേ വിനയൻ മാനസികമായിട്ട് പണ്ടത്തെ അതേ ഒരു അവസ്ഥയിൽ തന്നെയാണെന്നാണ് വിനയൻ്റെ ആ ലുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്.
വിനയൻ എന്തായാലും തിരിച്ചെത്തിയ ഉടനെ തന്നെ തൻ്റെ മക്കളെയും ചീരുവിൻ്റെയും അടുത്തേക്ക് ഓടിച്ചെല്ലാനാണ് തനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞപ്പം ലംബോദര മാമനും അതേപോലെ തന്നെ വിനയൻ്റെ അമ്മയും അതിനെ എതിർത്തിരുന്നു കേട്ടോ. നീ എന്തവകാശത്തിൻ്റെ പേരിലാണ് അങ്ങോട്ട് പോകാൻ നോക്കുന്നത്? 15 ലക്ഷം രൂപ എണ്ണി വാങ്ങിച്ചിട്ടേ നീ നിൻ്റെ മക്കളെ വിട്ടുകൊടുത്തു. അവരുടെ മേലുള്ള അവകാശങ്ങൾ ഉൾപ്പെടെ നീ വിട്ടുകൊടുത്തു. എന്നിട്ടാണ് നീ ഇവിടുന്ന് ഗൾഫിലേക്ക് പോയത് എന്നൊക്കെ പറയാം കേട്ടോ. നീ ഒരുപാട് ദ്രോഹങ്ങൾ അവരോട് ചെയ്തില്ലേ മോനെ? ഇനി അവരുടെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനവും ഇല്ല. കഴിഞ്ഞതെല്ലാം നീ മറക്കണം. നീ മറക്കേണ്ടത് ഗൾഫിൽ നീ ജയിലിലായത് മാത്രമല്ല, നിൻ്റെ ഭാര്യയും മക്കളെയും ഉൾപ്പെടെ നീ മറക്കണം എന്നല്ല അവർ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ തനിക്കതിനൊന്നും കഴിയില്ല എന്നുള്ളൊരു ഇതിലാണ് വിനയൻ. മാത്രമല്ല വിനയൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. തന്നെ ജയിൽ മോചിതനാവാൻ സഹായിച്ചത് അനന്തമാഷാണെന്നും അനന്തമാഷ് എന്ന വലിയൊരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് തനിക്ക് ഈ എന്താ പറയുക അറബി നാട്ടിലെ ഈ ജയിലിൽ നിന്നൊരു മോചനം ഉണ്ടായത് എന്നുമെല്ലാം തന്നെ മോചിപ്പിക്കാൻ മുൻകൈ എടുത്ത അയാൾ തന്നോട് ഫ്ലൈറ്റ് കയറാൻ സമയം പറഞ്ഞു എന്ന് വിനയം പറയുന്നുണ്ട് കേട്ടോ. അനന്തമാഷ് അങ്ങനെ ചെയ്യുമോ? എന്നിട്ട് അതേ അനന്തമാഷ് തന്നെയാണല്ലോ ചീരുവിൻ്റെ മക്കളെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോയത് എന്നെല്ലാം അമ്മയും ലംബോദരമാമനും വിനയനെ അറിയിക്കുന്നുണ്ട് കേട്ടോ. വിനയൻ അതിലൊരു സംശയമുണ്ട് കേട്ടോ. അതെന്തായാലും മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കുന്നു വിനയൻ അമ്മേനോടും അമ്മാവനോടും പറയുന്നുണ്ട് കേട്ടോ. എന്നോട് അത്രയ്ക്ക് വൈരാഗ്യം ദേഷ്യം അവർക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ജയിലിൽ കിടന്ന് നരകിച്ച് ചാവട്ടെ എന്നല്ലേ അനന്തമാഷ് വിചാരിക്കത്തുള്ളൂ. അതല്ല, ഞാനും ചീരും തമ്മിൽ വീണ്ടും ഒരു ജീവിതം ഉണ്ടാവണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്നെ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ഇതുപോലെ പരിശ്രമിച്ചതെന്നൊക്കെ വിനയം പറയാം കേട്ടോ. വിനയ, ഇതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. അനന്തമാഷൊന്നും ആയിരിക്കില്ല. അനന്തമാഷ് തന്നെയാണ്, എനിക്ക് ഉറപ്പാമാന്ന് വിനയം പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ നീ അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കുക. എന്തായാലും നിന്നെ ജയിൽ മോചിതനാവാൻ അദ്ദേഹം സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവരുമായിട്ട് ഒരു ദിനം അവരെ ബുദ്ധിമുട്ടിക്കാനോ അവരുടെ മുന്നിൽ പോയി നിൽക്കാനോ ഒന്നും ചെയ്യണ്ട. അവർക്കൊരു വിധത്തിലും ബുദ്ധിമുട്ടുണ്ടാവാതെയാണ് നമ്മളതിന് എന്താ പറയുക പകരം ചെയ്യേണ്ടതെന്നൊക്കെ പറയാം കേട്ടോ. അത് കേട്ട് വിനയനൊന്നും പറയുന്നില്ല കേട്ടോ. പക്ഷെ വിനയന് ചീരുവിനെയും മക്കളെയും കാണാനുള്ള വല്ലാത്ത ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ വിനയൻ അവർ താമസിക്കുന്ന വീടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഗേറ്റിൽ എടുത്ത് എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ നമ്മുടെ ചിലങ്ക തന്നെയാണ് അങ്ങോട്ട് നോക്കുന്നത്. വിനയനെ കണ്ട് അവൾ അമ്പരന്ന് പോവുകയാണ് കേട്ടോ. പണ്ടത്തെ ആ ഒരു കോലമേ അല്ലായിരുന്നു. ഒരു ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കുറ്റവാളിയുടെ അതേ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വിനയനെ കണ്ടതും ചീരു ആകെ പകച്ചു പോവുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഓടി കയറുകയാണ് ചീരു. അകത്തേക്ക് ഓടി കയറി ടെൻഷൻ അടിച്ച് പേടിച്ച് നിൽക്കുന്ന ചീരുവിനെ കണ്ട് അമ്പിളി ചോദിക്കുക, എന്താ മോളെ, എന്ത് പറ്റിയെന്ന്. അതിൽ നമ്മുടെ അമ്പിളിയുടെ കയ്യിലൊക്കെ കയറി പിടിച്ച് അയാൾ വന്നിട്ടുണ്ട് ചേച്ചി എന്ന് പറയാം നമ്മുടെ ചീരു. ആരെ കണ്ടിട്ടാണ് നീ ഇങ്ങനെ പേടിക്കുന്നത്? അയാൾ ചേച്ചി, ആ വിനയൻ വന്നിട്ടുണ്ട് പുറത്തുനിന്ന് പറയാം കേട്ടോ. അത് കേട്ട് അമ്പിളിയും ഞെട്ടിത്തരിക്കാണ്ടെ. വിനയനോ? അതെ ചേച്ചി, അയാൾ ഗേറ്റിൻ്റെ അടുത്തുണ്ട്. നിനക്ക് ചുമ്മാ തോന്നിയതായിരിക്കും അമ്പിളി പറയാം കേട്ടോ. അല്ല ചേച്ചി, സത്യമാണ്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാന്ന് പറയാം കേട്ടോ. ശരി, നീ അകത്ത് പോയിരിക്കും, ഞാൻ പോയി നോക്കാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ അമ്പിളി പോയി നോക്കുമ്പോൾ വിനയനെ കാണുക കേട്ടോ. വിനയനെ കണ്ടതും അമ്പിളി പോലും വാ തുറന്ന് നോക്കി നിൽക്കുകയാണ്. കാരണം വിനയൻ പണ്ടത്തെ കോലമൊക്കെ ആകെ മാറിയിരിക്കുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വിനയൻ്റെ മുഖത്ത്. അമ്പിളിക്കാണെങ്കിലോ വിനയനോട് അതിയായ ദേഷ്യം ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്താണ് വിനയൻ മുന്നോട്ട് കയറി ചെല്ലുന്നത് കേട്ടോ. വിനയനുള്ള മറുപടി നമ്മുടെ അമ്പിളി തന്നെ കൊടുക്കുന്നതായിരിക്കും. അനന്തമാഷ് തന്നെയാണോ യഥാർത്ഥത്തിൽ വിനയൻ്റെ മോചനത്തിന് കൂട്ടുനിന്നത്? വിനയൻ്റെ മോചനത്തിന് അനന്തമാഷാണ് കാരണം എന്നറിയുമ്പോൾ ചീരുവിൻ്റെ പ്രതികരണം എന്തായിരിക്കും? വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.